പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ബഹുജന റാലി ആരംഭിച്ചു. പൊതുസമ്മേളനം അല്പസമയത്തിനകം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സുജു ടി ബാബു ചേരുകയാണ് വിശദാംശങ്ങൾ നൽകാൻ. സുജു, പൊതുസമ്മേളനം എത്ര മണിക്ക് ആരംഭിക്കും? എങ്ങനെയാണ് നിലവിലെ ക്രമീകരണം? അസിത, പൊതുസമ്മേളനം 5 മണിക്കൂടെ ആരംഭിക്കും. ഇപ്പോൾ കോന്നിയെ അക്ഷരാർത്ഥത്തിൽ ചെങ്കടാക്കിക്കൊണ്ട് 50,000-ഓളം പേർ പങ്കെടുക്കുന്ന റാലി പുരോഗമിക്കുകയാണ്. അടൂർ ഏരിയ കമ്മിറ്റിയുടെ റാലിയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കോന്നി കോന്നിക്ക് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്രയധികം ആളുകൾ പങ്കെടുക്കുന്ന ഒരു വമ്പൻ റാലി കോന്നി കാണുന്നത്. കോന്നി എലിയറക്കിൽ നിന്ന് അതേ സമയത്ത് റെഡ് വോളണ്ടിയേഴ്സിന്റെ റാലിയും മാർച്ചും ആരംഭിച്ചിരിക്കുകയാണ്. 4,000-ഓളം റെഡ് വോളണ്ടിയേഴ്സ് അംഗങ്ങൾ പങ്കെടുക്കുന്ന വലിയ റെഡ് വോളണ്ടിയർ റാലി ക്രമീകരിച്ചിരിക്കുന്നത്. 11 ഏരിയ കമ്മിറ്റികളായി പങ്കെടുക്കുന്ന വലിയ വമ്പിച്ച ബഹുജന റാലി തന്നെയാണ് ഇപ്പോൾ ഈ കോന്നി നഗരം സാക്ഷ്യം വഹിക്കുന്നത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അടൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഇതാണ്. കോന്നിയെ സംബന്ധിച്ചോളം മലയോര ഗ്രാമമാണ്. ഈ ഗ്രാമത്തിൽ ആദ്യമായിട്ടാണ് CPIM-ന്റെ ഒരു ജില്ലാ സമ്മേളനം അരങ്ങേറുന്നത്. അഭിവ്യക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായും ജില്ലാ സമ്മേളനങ്ങൾക്ക് കോന്നി വേദിയായിട്ടില്ല. ആദ്യമായി കോന്നി ജില്ലാ സമ്മേളനത്തിന് വേദിയാകുമ്പോൾ അത് വലിയ ആവേശത്തിൽ തന്നെയാണ്. അടൂർ ഏരിയ കമ്മിറ്റിയിലുള്ള അതിൻ്റെ അടൂർ ലോക്കൽ കമ്മിറ്റി, തൊട്ട് മറുഭാഗത്തായി തിരുവല്ല ഏരിയ കമ്മിറ്റിയുടെയും ജാഥ ഇപ്പോൾ ആരംഭിക്കുന്ന രീതിയിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. വലിയ ആവേശത്തിലാണ് തിരുവല്ല ഏരിയ സെക്രട്ടറി ചെയ്യണോ? വലിയൊരു ആവേശമാണോ കോന്നിയിൽ? നിൽക്കല്ലോ, വലിയ ആവേശത്തിലാണ്. ഞങ്ങൾ തിരുവല്ലയിലെ മുഴുവൻ ആളുകളും പങ്കെടുക്കുന്നു. ഈ ജില്ലയാകെ ഇളകി വരുന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ കാണുന്നത്. ഈ പ്രസ്ഥാനത്തെ തകർക്കുവാൻ ഒരു വർഗശത്രുക്കൾക്കും വർഗീയതയ്ക്കും മാധ്യമ കൂട്ടുകെട്ടിനും കഴിയില്ല തെളിയിപ്പിക്കുന്ന വലിയ ആവേശത്തോടുള്ള ജനപങ്കാളിത്തമാണ് ഈ റാലിയിൽ കാണുന്നത്. നമുക്ക് വലിയ ആവേശം. പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ്. അങ്ങനെ വലിയ ആവേശത്തിൽ നമുക്കറിയാം ആ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുടെ ആവേശം. പ്രായാധിക്യം ഉള്ളപ്പോൾ പോലും സംഘടനാ പ്രവർത്തനത്തിലും അതുപോലെ തന്നെ ബഹുജന റാലിയിലും പങ്കെടുക്കുന്നത്. ഇത് തന്നെയാണ് പ്രായഭേദമന്യേ CPM-ന്റെ പത്തനംതിട്ട ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട റാലിയിൽ അല്ലെങ്കിൽ ജാഥയിൽ പങ്കെടുക്കുന്ന ആളുകളുടെ ഒരു കാഴ്ച അതുതന്നെയാണ്. 50,000-ഓളം ആളാണ് കോന്നിയിൽ എത്തി ഇത്രയും വലിയൊരു പ്രകടനത്തിൽ പങ്കെടുക്കുന്നത്. അസിത, ശരി, സുജു ടി ബാബുവാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. CPIM പത്തനംതിട്ട ജില്ലാ സമ്മേളനം അത് ആവേശത്തോടെ സമാപനത്തിലേക്ക് അടുക്കുകയാണ്. ഇപ്പോൾ ബഹുജന റാലി പുരോഗമിക്കുന്നു. സുജു, 50,000 പേരാണ് പങ്കെടുക്കുന്നത്. സ്വാഭാവികമായും അതൊരു ചെറിയ സംഖ്യയല്ല ഒരു ജില്ലാ സമ്മേളനത്തിന്റെ സമാപന വേദിയിലെ റാലി എന്ന് പറയുമ്പോൾ. അപ്പോൾ അത്രമാത്രം ആളുകൾ ആവേശത്തോടു കൂടി, അല്പം അതിശയോക്തി കലർത്തി പറയുകയാണെങ്കിൽ സംഘാടകരെ പോലും അതിശയിപ്പിക്കുന്ന തരത്തിൽ ആളുകളുടെ പങ്കാളിത്തം അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണല്ലേ സുജു? തീർച്ചയായിട്ടും സംഘാടകരെ പോലെ അമ്പരിപ്പിക്കുന്ന കാഴ്ചയാണ് കോന്നിയിലിരിക്കുന്നത്. നമുക്ക് ക്യാമറ ദൃശ്യങ്ങൾ ഇതിലേക്ക് കടന്നാൽ മുകൾ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ചെങ്കടലായി മാറുകയാണ് കോന്നി എന്ന് അക്ഷരാർത്ഥത്തിൽ പറയാം. അത്രയധികം വർദ്ധിത ആവേശത്തോടു കൂടിയാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളും പങ്കെടുക്കുന്ന. വർദ്ധിത വീര്യത്തോടു തന്നെ മുദ്രാവാക്യങ്ങൾ വിളികമായി തന്നെയാണ് സമ്മേളന നഗരിയിൽ ഓരോ പ്രവർത്തകരും എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടനം ചെയ്യുന്ന സമാപന സമ്മേളനത്തിൽ കോന്നി KSRTC മൈതാനി, അതായത് കോടിയേരി ബാലകൃഷ്ണൻ നഗർ ഈ സമ്മേളന പ്രതിനിധികൾ കൊണ്ട് നിറയുമെന്നുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ സമ്മേളനത്തിൽ എത്തുന്ന ഈ പ്രകടനം എത്തുന്ന സാധാരണക്കാരെ കൊണ്ട് നിറയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമ്മളിപ്പോൾ ഈ തിരുവല്ല ഏരിയ കമ്മിറ്റിയാണ് തയ്യാറായി നിൽക്കുമെങ്കിൽ ഇപ്പോൾ കടന്നു പോകുന്നത് അടൂർ ഏരിയ കമ്മിറ്റിയുടെ റാലിയാണ്. അതിൽ വിവിധ സ്ഥലത്തുള്ള വിവിധ ലോക്കൽ കമ്മിറ്റികൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് റാലി മുന്നേറുന്നത്. വലിയ ആവേശമാണ് പ്രവർത്തിക്കുന്നത്. നമുക്ക് മുന്നോട്ട് ഇൻകുലാബ് സിന്ദാബാദ്. കാലം സാക്ഷി, ചരിത്രം സാക്ഷി, രണഭൂമികളിലെ രക്തം സാക്ഷി. ഇല്ല ഇല്ല പിറകോട്ടില്ല, ഓരോ ചുവടും മുന്നോട്ട്. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, CPIM സിന്ദാബാദ്, ജില്ലാ സമ്മേളനം സിന്ദാബാദ്, ജില്ലാ സമ്മേളനം സിന്ദാബാദ്, 24-ാം പാർട്ടി കോൺഗ്രസ് സിന്ദാബാദ്.
ആവേശമാണ്. കൊച്ചുകുട്ടികളൊക്കെ ഉൾപ്പെടെ പ്രകടനത്തിൽ കാഴ്ചക്കാരായി എത്തുന്നുണ്ട്. ആ കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ പാർട്ടിയുടെ 24ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടുള്ള CPM-ന്റെ 12ാം ജില്ലാ സമ്മേളനത്തിന് സമാപനം കുറിക്കുമ്പോൾ വർദ്ധിത ആവേശമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ CPI-ന്റെ കമ്മ്യൂണിസ്റ്റ് യൂണിറ്റിന്റെ മാർക്സിസ്റ്റിനെതിരെ പലപ്പോഴും മാധ്യമങ്ങൾ പാർട്ടിയുടെ ശക്തി ചോരുന്നു, അല്ലെങ്കിൽ പാർട്ടിക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഒരു പ്രസ്ഥാനം എങ്ങനെയാണ് നാടിനെ, ഒരു പ്രസ്ഥാനത്തെ, ഒരു നാടാകെ എങ്ങനെയാണ് ചേർത്തു നിർത്തുന്നതെന്ന ഉത്തമമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ ഈ പൊതു സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രകടനത്തിൽ കാണുന്ന. 50,000-ഓളം പേർ പങ്കെടുക്കുക എന്ന് പറയുമ്പോൾ കോന്നി നഗരത്തിന്റെ ചരിത്രം കോന്നിയിൽ തിരുത്തിക്കുറിക്കുവാണ്. കോന്നിയെ ചെങ്കടലായി മാറുന്ന കാഴ്ച തന്നെയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അല്പസമയത്തുള്ളിൽ തന്നെ റെഡ് വോളണ്ടിയേഴ്സ് മാർച്ചും 3000 പേർ പങ്കെടുക്കുന്ന മാർച്ചും എത്തിച്ചേരും. അസിത, സുജു ടി ബാബുവാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലാ സമ്മേളനം, CPM-ന്റെ ജില്ലാ സമ്മേളനം അത് ആവേശത്തോടു കൂടി തന്നെ സമാപനത്തിലേക്ക് അടുക്കുകയാണ്. ഇപ്പോൾ ബഹുജന മാർച്ച് അവിടെ പുരോഗമിക്കുന്നു. പൊതുസമ്മേളനം അല്പസമയത്തിനകം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും.